കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ അടുത്തു വരാം. യഹോവയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണു തുറക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിൽ പറയുന്നു. ഒരു പ്രാർത്ഥന പോലെ. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ അവിടുത്തെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്കും ഒരു പ്രാർത്ഥനയുണ്ടായിരിക്കട്ടെ. സകലത്തെയും സൃഷ്ടിച്ച ജീവൻ്റെ വചനം, സകലത്തെയും ഉളവാക്കുവാൻ ശക്തിയുള്ള, സകല ആശ്വാസവും വിടുതലും നൽകുന്ന, പാപത്തെയും നീതിയെയും തമ്മിൽ വേർതിരിക്കുന്ന, ദുഷ്ടനെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും തമ്മിൽ അറിയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ദേഹി ആത്മാവിൽ ക്രിയ ചെയ്യുന്നതിനായി, നമുക്ക് ആവശ്യമുള്ള സകലതിനെയും സൃഷ്ടിച്ചു തരുന്നതിനായി, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നമ്മുടെ കണ്ണുകളെയും ഒന്ന് തുറന്നു കിട്ടുവാൻ. ന്യായപ്രമാണത്തിലെ അത്ഭുതം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം തന്നെയാകുന്നു. അതിലുള്ള സൗഖ്യവും വിടുതലും ആശ്വാസവും സമാധാനവും സന്തോഷവും എല്ലാം പ്രാപിക്കുന്നതിനായി നമുക്കിന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കൃപയും കരുണയും നിറഞ്ഞവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അബ്ബ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പ. ഓരോ ദിവസവും അവിടുത്തെ ദാനമാണല്ലോ കർത്താവേ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നതിനാൽ അപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ നല്ല ദാനത്തെയും ഞങ്ങൾക്ക് പ്രാപിക്കുവാനായി ഉയരത്തിലെ വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ. ആ വെളിച്ചം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ അവിടെ നിന്ന് പകരണമേ അപ്പച്ച. ഇരുട്ടിൻ്റെ സകല പ്രവൃത്തികളെയും വെടിഞ്ഞു കളയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ, ആരോഗ്യത്തിലോ സമ്പത്തിലോ കർത്താവെ കുടുംബജീവിതത്തിലോ എവിടെയെങ്കിലും ഇരുട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം കർത്താവിൻ്റെ ദൈവമേ ആ നിത്യ വെളിച്ചം ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. അപ്പ, ഇന്ന് പകൽക്കാലവും വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. കർത്താവെ, അവിടുത്തെ വചനം വായിക്കുകയും വായിച്ചു കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് കർത്താവെ വെളിപ്പാട് പുസ്തകത്തിലും മറ്റ് പല സ്ഥലത്തും എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലവും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ, ഞങ്ങൾ ബുക്കിൽ എഴുതുന്നത് പോലെയല്ല, മണ്ണിൽ എഴുതുന്നത് പോലെയല്ല, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ അവിടുത്തെ വചനത്തെ എഴുതി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ആ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ചലിക്കട്ടെ. അത് ശാസനത്തിനും ഗുണീകരണത്തിനും കർത്താവെ ഉപയോഗമുള്ളതാകിയാൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ ശ്വാസം, ദൈവത്തിൻ്റെ ശ്വാസം തന്നെ ആയിരിക്കുന്ന ആ വചനം ദൈവമേ ഞങ്ങളെ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ച് നടത്തുവാൻ വചനം ഞങ്ങൾക്ക് ദൈവമേ തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. എന്നീ പകൽക്കാലം കർത്താവെ, പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ പ്രിയ കുടുംബത്തെയും ഓരോ സഹോദരനെയും സഹോദരിയെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പച്ച. കർത്താവെ, ഇതിൻ്റെ ആദ്യ നാളുകൾ മുതൽ, ഈ പ്രാർത്ഥന തുടങ്ങിയ ആദ്യ നാളുകൾ മുതൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സഹോദരങ്ങളുണ്ട് കർത്താവെ. അതിൻ്റെ വഴിയിൽ ഓരോ സമയത്തും കർത്താവെ, കാലാകാലങ്ങളിൽ ഇത് കേൾക്കുന്നവരുണ്ട്, സ്ഥിരമായി കേൾക്കുന്നവരുണ്ട് കർത്താവെ, ഇടയ്ക്ക് വന്നു പോയവരുണ്ട്. ആരാണെങ്കിൽ കർത്താവെ, അവർ ഒരു ദിവസമേ ഇതിൽ കൂടെ പങ്കെടുത്തിട്ടുള്ളൂ എങ്കിലും കർത്താവെ, 100 മടങ്ങായിട്ട് സ്വർഗം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഏത് ആവശ്യത്തിന് വേണ്ടി അവർ വന്നുവോ, ഭൗതികമായിരിക്കുന്ന ഒരു നന്മയ്ക്ക് വേണ്ടിയോ സാമ്പത്തികമായിരിക്കുന്ന ഒരു നന്മയ്ക്ക് വേണ്ടിയോ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ കർത്താവെ വചനം അറിയുവാൻ വേണ്ടിയോ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്, അതിലെല്ലാം കർത്താവെ അതിൻ്റെ നിറവ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് അവരെ പിന്തുടർന്ന് ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയും കരുണയും അവരുടെ ആയുഷ്കാലം ഒക്കെയും അവരെ പിന്തുടരട്ടപ്പ. നിത്യതയിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ വസിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഞങ്ങളുടെ ഇടയനാകിയാൽ ഒന്നിനും മുട്ടില്ലാതെ നടത്തുന്ന ദൈവം എല്ലാവരെയും അവിടെ നിന്ന് പകൽക്കാലം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്ന, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കർത്താവ്, അവരുടെ എക്സാമുകൾക്കായി, വിവാഹ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയ കുടുംബങ്ങളെയും കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം അപ്പച്ച. ദൈവമേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം ഞങ്ങൾ
ഞങ്ങളുടെ തലമുറകൾക്ക് ഉണ്ടാകണമേ കർത്താവേ. അവർ ദൈവമേ ഭവനത്തിൽ ഞങ്ങളോടൊപ്പം ഈ സിറ്റിയിലായിരുന്നാലും കേരളത്തിനകത്തോ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ എവിടെ ആയിരുന്നാലും കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നിറങ്ങണമേ. നീതിമാന്റെ സന്തതി യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടും യഹോവയാൽ ദൈവമേ ബലപ്പെട്ടും ഇരിക്കുമെന്ന് വചനം പറയുന്നതിനാൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ശിരസിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കാനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തിക വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ഒരു ഭവനമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ഒരു സെൻറ്റ് വസ്തുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടിയും കർത്താവേ വലിയ കരുതലിനെ അവിടെ നയിക്കണമേ. തക്ക സമയത്ത് ആ നന്മ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുന്നവർ കർത്താവേ, അങ്ങനെ ദൈവരാജ്യ സംബന്ധമായി മാനസികമായി വളരെ വിഷമതയിലിരിക്കുന്നവർ ആത്മഭാരത്താൽ, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്താൽ, സഭയെക്കുറിച്ചുള്ള ഭാരത്താൽ കർത്താവേ ദൈവമേ പല മ്ലേച്ഛതകളും അധർമ്മവും കണ്ട് ഹൃദയം നുറങ്ങിയിരിക്കുന്നവർ, അവരെല്ലാം പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് ഒരു സ്ഥലത്തും സ്റ്റക്കായി നിൽക്കാതെ മുമ്പിലേക്ക് പോകുവാൻ ദൈവമേ ദൈവ വഴിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി മുമ്പിലേക്ക് നടന്ന് അധ്വാനിപ്പാൻ അങ്ങ് സഹായിക്കണം അപ്പച്ച. ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അപ്പച്ച. ദൈവികമായിരിക്കുന്ന സൗഖ്യം, യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം, യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരിലേക്ക് ഇറങ്ങി വരട്ടെ. ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയുകയും ആരോഗ്യത്തെയും രോഗശാന്തിയെയും സൗഖ്യത്തെയും സമാധാനത്തിൻ്റെ സമൃദ്ധിയെയും വെളിപ്പെടുത്തുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവ് ദൈവമേ ഭവനത്തിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാ രോഗപീഠകളെ അവിടെ നിന്ന് അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ക്യാൻസറിൻ്റെ ബന്ധനത്താലായിരിക്കുന്നവർ, കീമോ, റേഡിയേഷൻ, സർജറി, അതിൻ്റെ വിവിധ വശങ്ങളിൽ കർത്താവെ പാലിയേറ്റീവ് കണ്ടീഷനിലൊക്കെ ആയിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു ആശ്വാസം, അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പച്ച. കാരണം എന്തെന്നറിയാതെ തുടരെ രോഗങ്ങളിൽ വീഴുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ബലഹീനതയുടെ ആത്മാവിനെ കുടഞ്ഞു കളഞ്ഞ് കർത്താവിൻ്റെ സൗഖ്യത്തിലേക്ക് ദൈവമേ കടന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ സുഖകരമായ ഉറക്കം എല്ലാവർക്കും കൊടുക്കണമപ്പ. ഇന്ന് പകൽക്കാലവും യാത്രയിലാകുന്ന ബൈ റോഡ് യാത്ര, ഫ്ലൈറ്റിൽ, ട്രെയിനിൽ, ദൈവമേ വെള്ളത്തിലൊക്കെ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾ മറയ്ക്കുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ അടുക്കാതെ ദൂതന്മാരുടെ കാവലിലും മറവിലും സംരക്ഷണത്തിലും കാലതാമസങ്ങളില്ലാതെ കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ഓരോ സമയത്തും ദൈവം വച്ചിരിക്കുന്ന എല്ലാ നന്മയും പ്രാപിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ അവസാന അധ്യായങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു: നീ എന്നിലും നീതിയുള്ളവൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തിരിക്കെ നീ എനിക്ക് ഇന്ന് നന്മ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് ഒരു വാക്യം എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതാരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്നോ ആരാണ് പറഞ്ഞതെന്നോ മനസ്സിലായോ? ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗൽ അടുത്ത ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്ന ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ് ഇങ്ങനെ: നീ എന്നിലും അധികം നീതിയുള്ളവൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തിരിക്കെ നീ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെക്കുറിച്ചും ഇതുപോലുള്ള അഭിപ്രായം ശത്രുവായിരിക്കുന്നവർ പറയുവാൻ ഇടവരുത്തട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ ആ സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയട്ടെ പ്രിയമുള്ളവരെ. ശൗൽ രാജാവായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടു പോവുകയും ഒരു ദുരാത്മാവ് അവനിൽ കടന്നു വരികയും ആദ്യ സ്നേഹത്തോടുകൂടി ദാവീദിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് ദാവീദിൽ ദൈവത്തിൻ്റെ സിംഹാസനം, അല്ലെങ്കിൽ സിംഹാസനത്തിൽ ദാവീദ് ഇരിക്കും, തൻ്റെ രാജ്യത്വം ഉറക്കില്ല എന്ന് കണ്ട് ഒരു ശത്രുവിനെ പോലെ തൻ്റെ മകളെ അവന് ഭാര്യയായി കൊടുത്തിട്ടും ദാവീദിനെ എങ്ങനെയും കൊല്ലുവാനായി ആ കൊട്ടാരത്തിലായിരിക്കുമ്പോഴും കൊട്ടാരത്തിന് പുറത്ത് പോയിട്ടും എല്ലാം ശൗൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഏത് വിധേനയും ദാവീദിനെ തകർത്ത് കളയണം എന്ന് പറഞ്ഞ് ശൗൽ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ഗുഹയിൽ, ആ അകത്ത് ദാവീദ് ഉള്ളപ്പോൾ ഒരേ ഗുഹയിൽ തന്നെ ശൗലും ദാവീദും ഉണ്ടായിരിക്കെ ശൗലിന് അറിയില്ല ദാവീദ് അവിടെ ഉണ്ടെന്ന്. പക്ഷേ ദാവീദ് ഉണർന്ന് ശൗലിനെ കാണുമ്പോൾ താൻ അവനെ കണ്ടു എന്ന് അറിയുന്നതിന് അടയാളമായി വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ശൗലിനോട് പറയുന്നു:
നിനക്ക് ഒരു ദോഷവും വരുത്തണമെന്ന് എനിക്ക് ഒരാഗ്രഹവുമില്ല. ഒരു ചെള്ളിനെ പോലെ നീ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് ദാവീദ് ചോദിക്കുമ്പോൾ ദാവീദിന് ധൈര്യമുണ്ട്, ദാവീദിന് ശക്തിയുണ്ട്. യുദ്ധം ചെയ്ത ധാരാളം നിപുണതയുള്ള ദാവീദ് തന്നെ കൊന്നില്ലല്ലോ എന്നോർത്ത്, ദാവീദിൻ്റെ ജീവൻ എങ്ങനെയും എടുക്കാൻ നടന്ന ശൗലിനെ ദാവീദ് കൊന്നില്ലല്ലോ എന്നോർത്ത് പറയുന്നതാണ്, നീ എന്നിൽ നീതിയുള്ളവൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തിരിക്കെ നീ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ നന്മയുള്ളവരായിരുന്നിട്ടും അനേകർ നിങ്ങൾക്കെതിരായി തിന്മ ചെയ്തു, നിങ്ങളെക്കുറിച്ച് ദോഷം പറഞ്ഞു, നിങ്ങൾക്കൊരു സ്വസ്ഥത തരാതെ, ഒരിക്കലും നിങ്ങൾക്ക് സമാധാനത്തിൽ കഴിയാതെ, നിങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാമ്പത്തികമായും ഒക്കെ നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നാലും, അവർക്കൊരു ദോഷം വരുവാൻ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയാലും അതിന് നിങ്ങൾ മുതിരരുത്. കാരണം നാം നന്മ പ്രവർത്തിക്കേണ്ടുന്നവരും അനുഗ്രഹം അനുഭവിക്കേണ്ടുന്നതിന് വിളിക്കപ്പെട്ടവരുമായിരിക്കുന്നു. നമ്മെ ഉപദ്രവിക്കുന്നവരെ അവരുടെ വഴിയിൽ വിടുക. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ശിരസിലും നമ്മുടെ സന്തതിയുടെ ശിരസിലും വരേണ്ടുന്നതിന് കഴിവതും മറ്റുള്ളവരെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മെ ദ്രോഹിക്കുന്നവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ദൈവം നമുക്കായി വച്ചിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളിലേക്ക്, ആ നന്മയിലേക്ക് നമുക്ക് അതത് ദിവസം ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ മുഴുവനും ചെയ്ത് സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിൽ നന്മയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.